കോൺഗ്രസ് നേതാവും സിറ്റിംഗ് എം പിയുമായ ഇത്തവണത്തെ കാസർഗോഡ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകളാണിത്. അദ്ദേഹം പറഞ്ഞത് ബൂത്തിലേക്ക് കൊടുത്ത പണം മുക്കി, ബൂത്ത് പ്രസിഡന്റുമാർക്ക് കൊടുത്ത പണം കൃത്യമായി ചെലവഴിച്ചില്ല, DCC പ്രസിഡന്റിനടക്കം പണം നൽകിയിട്ടുണ്ട്, അങ്ങനെ എല്ലാവർക്കും പണം നൽകിയിട്ടും എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായും കേൾക്കാം. ചില ആളുകളെ ഫോണിൽ സൂചിപ്പിക്കാൻ വേണ്ടി MP വിളിച്ചിരുത്തി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ചില വിദ്വാന്മാരും വിദ്വകളും അതൊക്കെ എവിടെ ഇരിക്കട്ടെ. പിന്നെ കുറെ വിദ്വാന്മാര് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ ബൂത്തിന് കൊടുക്കാതെ അത് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ആ മണ്ഡലം ബസ്സുമാരെയൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. DC ബസ്സിനും അറിയാം. മണ്ഡലം ബസ്സിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ബസ്സിന് ആവശ്യമുള്ള കൊടുത്തു, UDFന് ആവശ്യമുള്ള കൊടുത്തു. ബൂത്തിൽ കൊടുക്കാൻ കൊടുത്ത പൈസ ബൂത്തിനുള്ള പൈസ, അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആരെയും നമ്മൾ സമ്മതിക്കത്തില്ല. ആ സമ്മതിച്ച ആളുകളെല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട, ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഡിലീറ്റ് ചെയ്ത് മനസ്സിലായോ? കാസർഗോഡ് നടന്ന ഒരു പരിപാടിയാണ്. വേദി മറ്റൊന്നുമല്ല, മുൻ DCC പ്രസിഡന്റായ ഗംഗാധരൻ നായരുടെ അനുസ്മരണ ചടങ്ങ്. ആ ചടങ്ങിൽ പങ്കെടുത്തവരോടാണ് സംസാരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ. സംസാരിച്ച് പോകുമ്പോഴാണ് ഈ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ആരോ മൊബൈൽ പകർത്തുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്യൂ എന്ന്. പക്ഷേ ഡിലീറ്റ് ചെയ്തില്ല, അതിനു മുമ്പ് തന്നെ അത് പുറത്തെത്തുകയും ചെയ്തു, മാധ്യമങ്ങളിലെല്ലാം വരികയും ചെയ്തു. എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാൻ ഉദ്ദേശിച്ചത്? എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്? ഞാൻ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകിയ പണം, ബൂത്ത് കമ്മിറ്റികൾക്ക് പണം നൽകുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പോസ്റ്റർ ഒട്ടിക്കണം, അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനം നടത്തണം, സ്ക്വാഡ് പ്രവർത്തനം നടത്തണം, പ്രവർത്തകരുടെ ചെലവുകൾ വഹിക്കണം, ഇങ്ങനെ ഒരുപാട് ചെലവ് വരും ബൂത്ത് കമ്മിറ്റികൾക്ക് ഇലക്ഷൻ കാലത്ത്. അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പണം നൽകിയിരിക്കുന്നത്. ആ പണം കൃത്യമായും ബൂത്ത് കമ്മിറ്റിയിൽ എത്തിയില്ല, അത് ബ്ലോക്ക് പ്രസിഡന്റുമാർ മുക്കി എന്നാണ്. എത്ര ബൂത്തുകളിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരാണ് മുക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവരെ ഒന്നും ഞാൻ വിടില്ല, എല്ലാവരെയും പിടിക്കും എന്നാണ് അദ്ദേഹം ഭീഷണി മുഴക്കുന്നത്. എപ്പോൾ പിടിക്കും എന്നറിയില്ല, അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, എന്ന് വെച്ചാൽ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കുമോ അല്ലയോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ജയിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, എല്ലാം കോംപ്രമൈസ് ആകും. പക്ഷേ തോറ്റാൽ അവിടെ കാസർഗോഡ് ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ കുറേ മണ്ഡലം പ്രസിഡന്റുമാരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കും, അവർ ചേർത്ത് നിൽക്കും. അങ്ങനെ സംഘർഷമായിരിക്കും കാസർഗോഡ് കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പൊട്ടിത്തെറി ആരംഭിച്ചിട്ടുണ്ട്. KPCC സെക്രട്ടറിയായ ബാലകൃഷ്ണൻ പെരിയക്കെതിരെ ഗുരുതരമായ ആരോപണം നേരത്തെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ബാലകൃഷ്ണൻ പെരിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അത് കണ്ട ഉടനെ, അത് ചർച്ചയായ ഉടനെ, വാർത്തയായ ഉടനെ അത് പിൻവലിക്കുന്നു. KPCC പ്രസിഡന്റ് K. സുധാകരനും KC വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ളവർ ഇടപെട്ടതിന് ശേഷമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് എന്നാണ് ബാലകൃഷ്ണൻ പെരിയ അടുത്ത കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത്. തൊട്ടു പിന്നാലെ ഈ പോസ്റ്റിനെതിരെ, ബാലകൃഷ്ണൻ പെരിയക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് പക്ഷേ പിൻവലിക്കുന്നില്ല. ഞാൻ അങ്ങനെ പിൻവലിക്കില്ല, പിൻവലിച്ചോടുന്ന ആളല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും എന്നൊക്കെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു വെച്ചത് എന്ന് നാം കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം കടന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ബാലകൃഷ്ണൻ പെരിയെ പോലുള്ളവർ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, കാലുവാരാൻ ശ്രമിച്ചു, ബാലകൃഷ്ണൻ പെരിയ പലതരത്തിലും എനിക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ബാലകൃഷ്ണൻ പെരിയക്കെതിരെ ഉന്നയിക്കുമ്പോഴും എന്നെ തോൽപ്പിക്കാൻ വിശ്വാസിയായ എനിക്കെതിരെ കൂടോത്രം പോലും ചെയ്തു എന്നാണ് പറയുന്നത്. കൂടോത്രം ചെയ്തു എന്ന്. തൻ്റെ ഓഫീസിൻ്റെ മുകളിൽ തന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൂടോത്രം നടന്ന ചടങ്ങിൻ്റെ ദൃശ്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ പിന്നീട് പുറത്തു വിടും എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കോൺഗ്രസ് സംഭവിക്കുന്നത്, എവിടത്തേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് ഓരോ മണ്ഡലത്തിലും നടന്നത് എന്ന് അതത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ തന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. KPCCയുടെ അവലോകന യോഗം നടന്നു. ആ അവലോകന യോഗത്തിൽ 4 സീറ്റ് ഏതായാലും LDFന് അവർ നൽകിയിട്ടുണ്ട്. 4 സീറ്റിൽ LDF ജയിക്കുമെന്ന്. ഒരു സീറ്റിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ജയിച്ചത്, അത് 4ആയി LDF ഉയർത്തുമെന്ന് KPCCയുടെ അവലോകന യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ 4 സീറ്റും അവർ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് എന്ന്. അതുകൂടാതെയാണ് വേറൊരു 3 സീറ്റ് കൂടി തോൽക്കുമെന്ന് അതത് സ്ഥാനാർത്ഥികൾ പറയുന്നത്. 3 അല്ല 4 മണ്ഡലങ്ങളിൽ തോൽക്കുമെന്ന് പറയുന്നത്. അതിലൊരു മണ്ഡലം ഏതായാലും അവർ തന്നെ LDFന് കൊടുത്തതാണ്. ശേഷിക്കുന്ന 3 മണ്ഡലങ്ങൾ തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്, ഈ 3 മണ്ഡലങ്ങളിലും UDF ജയിക്കുമെന്ന് തന്നെയാണ് UDF വിലയിരുത്തിയിരിക്കുന്നത്.
എന്നാൽ സ്ഥാനാർത്ഥികൾ പറയുന്നു തോൽക്കുമെന്ന്. തൃശ്ശൂരിൽ കെ മുരളീധരൻ പറഞ്ഞു എന്നെ കാലുവാരി. ആരൊക്കെ കാലുവാരിത്? DCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ TM പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ. പണം നൽകിയില്ലെങ്കിൽ പ്രവർത്തിക്കില്ല എന്നുവരെ പറഞ്ഞു കോൺഗ്രസിന്റെ നേതാക്കൾ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കോഴിക്കോടാകട്ടെ വൻ കാലുവാരൽ നടന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങി എന്ന ആരോപണം ഉന്നയിച്ചത് സ്ഥാനാർത്ഥി MK രാഘവനാണ്. സിറ്റിംഗ് MP ആണ്. നേതാവിനെ MK രാഘവന്റെ പരാതിയെ തുടർന്ന് പുറത്താക്കുകയും ചെയ്തു ദളിത് നേതാവിനെ. അത് തൊട്ട് പിന്നാലെയാണ് കാസർഗോഡ് നിന്നും ഇത്തരം സംഭവങ്ങൾ വരുന്നത്. ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്? സ്ഥാനാർത്ഥി KPCC സെക്രട്ടറിക്കെതിരെയാണ് എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സംഘടന സംവിധാനം പാടെ തകർന്ന് തരിപ്പണമായി. പരസ്പരം പാരവെപ്പാണ് എല്ലാ മണ്ഡലത്തിലും നടന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് LDF 8 മുതൽ 12 സീറ്റ് വരെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് CPIM കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, പണം മുക്കൽ, പണം വാരൽ, പണം നൽകാതിരിക്കൽ, അങ്ങനെ ഒരു സാമ്പത്തിക അരാജകത്വം തന്നെ കോൺഗ്രസിനകത്ത് നടന്നു, കോൺഗ്രസിന്റെ സംഘടനയ്ക്കകത്ത് നടന്നു എന്നാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ച് പറയുന്നത്.